ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഇപ്പോൾ കുറേ പേരുടെ ഡിസ്പ്ലേ അടിച്ച് പോകുന്ന പരിപാടി ഇപ്പോൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഒപ്പോ ആയിക്കോട്ടെ, വൺ പ്ലസ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ. ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് അറിയിക്കും, ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ സാംസങ്ങിൻ്റെയും കുറേ ഫോണുകളൊക്കെ ഇപ്പോൾ ഇതുപോലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അടിച്ചു വന്നു. പ്രത്യേകിച്ച് സാംസങ് S21 സീരീസും S22 സീരീസൊക്കെ ഇതുപോലെ ആഫ്റ്റർ അപ്ഡേറ്റ് നമ്മുടെ ഡിസ്പ്ലേ അടിച്ച് പോയിട്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സാംസങ് കുറച്ച് കാലം മുമ്പ് ഇതിൻ്റെ ഒരു സ്ക്രീൻ റീപ്ലേസ്മെന്റ്, ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെന്റ് പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഡിസംബർ 31, 2024 വരെ തന്നെ ആക്ച്വലി ഇപ്പോൾ സ്ക്രീൻ റീപ്ലേസ്മെന്റ് പ്രോഗ്രാം ഫോർ സെലക്ടഡ് ഡിവൈസ് ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസംബർ 31 ഈ കൊല്ലം കഴിയുന്ന വരെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഈ ഓഫർ അവൈലബിൾ ആണ്. അതിന് കുറച്ച് കണ്ടീഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വായിക്കാം ഏതൊക്കെ ഫോണുകൾക്കാണ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ സ്ക്രീൻ റീപ്ലേസ്മെന്റ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം പറയാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് നമ്മളെല്ലാ കമന്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മളെല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GH പോലെ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിവൈസുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ് ഗാലക്സി S21 സീരീസ്, S21 പ്ലസ്, S21 അൾട്ര, അതായത് ഫുൾ S21 സീരീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് S21 FE മോഡൽസും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗാലക്സി S22 അൾട്ര സീരീസിലും ഇത് വന്നിട്ടുണ്ട്. S20 സീരീസ്. അപ്പോൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ S21 സീരീസ് ഫുള്ള് വിത്ത് ഇൻക്ലൂഡിങ് FE സീരീസും S22 സീരീസും ഇതിൽ ആക്ച്വലി ഇപ്പോൾ സ്ക്രീൻ റീപ്ലേസ്മെന്റ് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തൊക്കെയാണ്, ഇതിന് കുറച്ച് കണ്ടീഷൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിലും നമ്മൾ ഈ സ്ക്രീൻ റീപ്ലേസ്മെന്റിന് എലിജിബിൾ ആണ് നിങ്ങൾ കേട്ടോ. പക്ഷേ വേറെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോൺ ഫിസിക്കലോ അല്ലെങ്കിൽ വാട്ടർ ഡാമേജോ ആവാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഓണർ ഓഫ് ദ ഫോൺ ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ OLX ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഒരു Cashify ഒരു ഫോൺ വാങ്ങിച്ചിട്ട് നിങ്ങളൊരു ഓണർ ആണെങ്കിൽ അത് നടക്കില്ല. ആ പരിപാടി ഒരു അക്സെപ്റ്റഡ് അല്ല. നിങ്ങൾ ഫസ്റ്റ് ഓണർ ആയിരിക്കണം. അതായത് നിങ്ങളായിരിക്കണം, നിങ്ങളുടെ പേരിലായിരിക്കണം നിങ്ങളുടെ ബില്ല്, നമ്മുടെ ഫോണിൻ്റെ ബില്ല് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഓഫർ കിട്ടുള്ളൂ കേട്ടോ. Cashify വാങ്ങിച്ചാലും നിങ്ങൾ ഫസ്റ്റ് ഓണർ അല്ല, OLX വാങ്ങിച്ചാലും നിങ്ങൾ ഫസ്റ്റ് ഓണർ അല്ല. അപ്പോൾ അതൊന്നും എലിജിബിൾ അല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഒറിജിനൽ ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിൽ വേണം, അതെന്തായാലും വേണം. പിന്നെ നിങ്ങളുടെ ഫോൺ പർച്ചേസ് ഡേറ്റിന് ശേഷം 3 കൊല്ലത്തിൻ്റെ അണ്ടറിലായിരിക്കണം. അതായത് ഫോൺ വാങ്ങിച്ചിട്ട് 3 കൊല്ലത്തിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ടുള്ള ഫോണുകളാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ ഓഫർ അപ്ലിക്കബിൾ അല്ല. അതിൻ്റെ താഴെയുള്ള ഫോണുകൾക്ക് മാത്രമാണ് അപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻസ് ഇവർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആക്ച്വലി സ്ക്രീൻ റീപ്ലേസ്മെന്റ് പ്രോഗ്രാമും അതുപോലെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് OnePlus ആണ്. OnePlus അവർ എന്താ പറയുക, OnePlus, Vivo, Oppo ഒക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ഏറ്റവും തീരെ കൊടുക്കാത്തത് ആപ്പിളാണ്, ഐഫോണാണ്. അവർ ഇതെന്ന് അറിഞ്ഞിട്ടേ ഇല്ലാത്ത പോലെ അങ്ങ് ഇരിക്കുന്നത്. ഉടായ്പിൻ്റെ ആശാന്മാരാണ് അവന്മാർ. അപ്പോൾ അവർ ഇതിലൂടെ ഒറ്റണം കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് പിന്നെയും ഭേദം നോക്കുമ്പോൾ സാംസങ്, പ്രത്യേകിച്ച് പ്രീമിയം സെക്ടർ നോക്കുമ്പോൾ പിന്നെയും സാംസങ് ആണ്. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നാലും മറ്റേ വളരെ അത്ര ഒന്നും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ OnePlus ഒക്കെ നമുക്ക് ആ വാല്യൂവിന് നമുക്ക് ഇത് തരും. ഒന്നെങ്കിൽ ഫോൺ റീപ്ലേസ്മെൻറ്റിന് പാർട്സ് ഇല്ലെങ്കിൽ നമുക്ക് ആ വാല്യൂവിനുള്ള എന്താ പറയുക വൗച്ചേഴ്സ് വരും. നമുക്ക് അതുകൊണ്ട് പുതിയ OnePlus വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഓഫേഴ്സ് ഒക്കെ ഒരു നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ആകുന്നത് OnePlusന്റെ ഫോണുകൾക്കാണല്ലോ. മിക്ക ഫോണുകൾസും ഇപ്പോൾ വരുന്നുണ്ട്, വരാത്ത ഫോണുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പിക്സലൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മോട്ടറോള ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറയുക, റീപ്ലേസ്മെന്റ് സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. ചൈനീസ് കമ്പനികളാണ് പിന്നെയും ഭേദമായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ കണക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ഗാലക്സി യൂസർ ആണെങ്കിൽ നിങ്ങൾ ഈ S21, S22 സീരീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഒറിജിനൽ സാംസങ് സർവീസ് സെന്ററിൽ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തായാലും സംശയങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അടുത്ത് കാണാം.